സനീഷ, അതിലൊരു സംശയമുണ്ട്. കാരണം സാധാരണ ഈ പൊങ്കാല നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ ഭക്തർ ആറ്റുകാൽ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചൊക്കെയാണ് പോകാറ്. പക്ഷെ ഇത്തവണ നേരത്തെ സരിസയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രഗ്രഹണമാണ്, അതുകൊണ്ട് തന്നെ 7 മണി വരെ ദർശനമില്ല. അപ്പോൾ ഭക്തർ എങ്ങനെയാണ് അത് ക്രമീകരിക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇത്തവണ എങ്ങനെയാണ്? അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തന്നെയാണോ പോകുന്നത്? തൊഴാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. തൊഴാൻ പറ്റിയില്ല നമുക്ക്. ഇന്ന് തൊഴുന്നുണ്ടോ? ഇന്നിനിപ്പോൾ തൊഴില്ല, വീട്ടിൽ പോകും. എത്ര വർഷമായിട്ട് വരുന്ന ആളാണ്? ഞാൻ ഇത് 3ാമത്തെ തവണ. സ്ഥലം എവിടെയാണ്? കണിയാപുരം. എങ്ങനെയാ, തൊഴുതിട്ടാണോ വന്നത് അതോ തൊഴുതിട്ടാണോ പോകുന്നത്? എല്ലാവരും ഇന്നലെ പോയി തൊഴുക, പക്ഷെ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഇന്നലെ നല്ല തിരക്ക്. 7 മണി വരെ ദർശനമില്ല, അതിന് ശേഷമായിരിക്കും. അപ്പോൾ ഇന്ന് തൊഴുതിട്ടാണോ പോകുന്നത്? തൊഴുതിട്ട് പോകാൻ പറ്റൂല, പിന്നെ എല്ലാ ദിവസവും തൊഴുവാനേ പറ്റും. നമ്മൾ ഇന്നലെ വൈകുന്നേരം 12 മണി വരെ നിന്നു, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു, പറ്റിയില്ല തൊഴുവാൻ. സനീഷ്, സാധാരണ നമ്മൾ കാണുന്നത് പോലെ തലേ ദിവസം വലിയ തിരക്ക് ഇന്നലെയും അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇന്നലെ പോയി ആറ്റുകാൽ അമ്മയെ തൊഴാൻ കഴിഞ്ഞില്ല. ഇന്നും അങ്ങനെ ഒരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുന്നുണ്ട്. കാരണം 7 മണി വരെ എന്തായാലും ദർശനത്തിന് സൗകര്യം ഉണ്ടാവുകയില്ല, ചന്ദ്രഗ്രഹണമായതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് പലർക്കും തൊഴാൻ കഴിയില്ല എന്നുള്ള ഒരു വിഷമം ഭക്തർക്കുണ്ട്. അതുകൊണ്ട് മറ്റൊരു ദിവസം വന്ന് തൊഴാം എന്നാണ് അവരൊക്കെ പറയുന്നത്. ചേച്ചി, എവിടുന്നാ വരുന്നേ? വേങ്ങോട്. തിരുവനന്തപുരം തന്നെ? തോന്നിക്കല്. എത്ര വർഷമായിട്ട് വരുന്നുണ്ട്? 2 വർഷമായിട്ട് വന്നു, കഴിഞ്ഞ വർഷം ഈ വർഷം. ദേവിനെ തൊഴുതോ പോയിട്ട്? തൊഴാൻ പറ്റിയില്ല. നല്ല തിരക്കാണ്. സാധാരണ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടോ ഇന്ന്? കൂടുതൽ തിരക്കുണ്ട്. എന്താണ് പ്രാർത്ഥനയൊക്കെ എല്ലാ വർഷവും എന്താണ് പറയാറ്? പറയാനുള്ള മക്കളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും ഒക്കെ ആയിട്ട്. ഈ ആറ്റുകാൽ ദേവിയെ തൊഴുന്ന കാര്യത്തിൽ എന്തായാലും ഒരു സങ്കടം ഭക്തർക്കുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടതിനേക്കാൾ വലിയ തിരക്ക് ഇന്നലെ അനുഭവപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. രാത്രിയൊക്കെ നമ്മൾ നഗരത്തിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ അത്രയും വലിയ തിരക്ക് നഗരത്തിലുടനീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ പലർക്കും തൊഴാൻ കഴിഞ്ഞില്ല. ഇന്നും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും പൊങ്കാലയിൽ അടുപ്പ് അത് പൊങ്കാല ഏറെക്കുറെ പൂർത്തിയാവുകയാണ്. നിവേദ്യം അർപ്പിക്കുന്നതിനുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഈ കലത്തിൽ അരിയും നെയ്യും ശർക്കരയും നാളികേരവും ഒക്കെ ഇട്ടിട്ടുള്ള നിവേദ്യത്തിനുള്ള വിഭവം തയ്യാറാവുകയാണ്. 2:15 നിവേദ്യം അർപ്പിക്കലുള്ളത്. ഇനിയുള്ള അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് നമുക്കറിയാം. ഈ പൊങ്കാല കഴിഞ്ഞ ഉടനെ തന്നെ പരമാവധി ആളുകൾ ആദ്യം വീടെത്താനാണ് ശ്രമിക്കുക. അത്രയും വലിയ തിരക്ക് പിടിച്ച നഗരം കൂടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് 7 മണി വരെ ദർശനമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ശരി അർജുൻ, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ സനീറ്റ കൂടെ ചേരുകയാണ്. അവരെ സനീറ്റ ഉള്ളത് താരങ്ങൾ പൊങ്കാല അർപ്പിക്കുന്ന ഗൗരി വന്ദന ഹോട്ടലിലാണ്. സനീറ്റ, ഒരു 10-15 വർഷത്തിന് മുമ്പ് ഞാനൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ആറ്റുകാൽ പൊങ്കാലയുടെ മുഖമായിരുന്നു ചിപ്പി വന്നാലാണ് സാധാരണഗതിയിൽ ഈ പൊങ്കാലയുടെ ഒരു സംഗതി സമ്പൂർണ്ണമാവുക. ഇപ്പോൾ അവർ മാത്രമല്ല, ആനിയടക്കമുള്ള ഒരുപാട് താരങ്ങൾ അവിടെ വന്നിട്ട് എല്ലാ വർഷവും ഈ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. സനീറ്റയോടൊപ്പം ആരൊക്കെയാണുള്ളത്? അവരുടെ ഈ പൊങ്കാല ചടങ്ങുകളൊക്കെ നല്ല നിലക്ക് പുരോഗമിക്കുകയാണല്ലോ അല്ലേ? സനീഷ്, വളരെ വിജയകരമായ ഒരു പൊങ്കാല സാഹചര്യം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ളൊരു ചൂട് എന്തായാലും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ തന്നെയാണ് ഈ സ്ത്രീകൾ ഇവിടെ പൊങ്കാല ഒരുക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ഗൗരി വന്ദനം എന്ന ഒരു ഹോട്ടലിന് മുന്നിലാണ്. ഇവിടെയാണ് വർഷങ്ങളായിട്ട് ഈ സിനിമാ സീരിയൽ താരങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ന് നിലവിൽ ഇവിടെ സിനിമാ സീരിയൽ താരം ചിപ്പി എത്തിയിട്ടുണ്ട്. കൂടാതെ രാജലക്ഷ്മി, ഗായികയായ രാജലക്ഷ്മി, രമ്യ സുധ എന്നീ നിരവധി, അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് താരങ്ങളുടെ ഒരു വലിയ തരത്തിലുള്ള കുറവ് ഈ വർഷം അനുഭവപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ചിപ്പി ഒരു പ്രധാന ഒരു കഥാപാത്രമായി നമ്മളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് സ്ത്രീകൾ ഇവിടെ കൂട്ടം കൂടി നിന്നിരുന്നു. അവർക്ക് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഇരട്ടി മധുരമാണ് ഇന്ന്. കാരണം ഒന്ന് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക, പിന്നീട് ചിപ്പി ഒന്ന് കാണുക എന്നുള്ളതാണ് അവർ പ്രധാനമായും പറഞ്ഞത്. അങ്ങനെ വലിയ തരത്തിലുള്ള തിരക്ക് ഇവിടെ ചിപ്പിയെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ചിപ്പിയെ
കാണാനെത്തി, ഒരുപാട് ആളുകൾ എത്തി. അത് പിന്നീട് ഒരു വലിയ പ്രശ്നമായി തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നിരവധി സ്ത്രീകൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ചിപ്പിയുടെ അടുത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് പൊങ്കാല അർപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഈ പൊങ്കാല അർപ്പിക്കുന്ന കലമൊക്കെ ഉടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ തരത്തിലൊരു പ്രതിഷേധ സാഹചര്യം ഉണ്ടാക്കി. പിന്നീട് പോലീസ് എത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു. എല്ലാ തരത്തിലും വിജയകരമായ ഒരു പൊങ്കാല തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഈ കുടിവെള്ള പ്രശ്നമൊക്കെ വലിയ തോതിൽ ഈ തിരുവനന്തപുരത്ത് ഉയർത്തിപ്പിടിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും എല്ലാ ഒരു സഹായ എന്തായാലും കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ മറ്റ് ഈ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസം മാത്രമല്ല മതപരമായ വ്യത്യാസം പോലും ഇല്ലാതെ ആ ഭാഗത്തെ ആളുകളെല്ലാം ഒന്നിച്ചു ചേർന്നാണ് ഈ കാര്യങ്ങളുടെ മികച്ച സംഘാടനം നടത്തുന്നത്. വർഷങ്ങളായിട്ട് വളരെ മികച്ച തോതിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അത്രമാത്രം ആളുകൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനകത്ത് തിരുവനന്തപുരത്ത് നഗരത്തിലാകെ എത്തും. പക്ഷേ വലിയ ചൂടാണ്. ഈ പൊങ്കാലയടുപ്പിലെ പുക കൊണ്ടുണ്ടാകാവുന്ന മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ ഭക്തി, ആറ്റുകാൽ അമ്മയോടുള്ള ഭക്തി, അമ്മയോടുള്ള വിശ്വാസം അങ്ങേയറ്റം വളരെ വളരെ നല്ല നിലക്ക് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രേരണയാവുകയാണ് ഭക്തലക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത സംഘാടകർക്കും. ഇപ്പോൾ ഹാൻസ് ജോൺ ചേരുന്നത് ശാസ്തമംഗലത്ത് നിന്നാണ്. ഹാൻസ്, ശാസ്തമംഗലത്തും ആ ഭാഗത്തേക്ക് കൂടെയൊക്കെ നിറയെ ആളുകൾ തന്നെ ഇപ്പോൾ പൊങ്കാല ഇടുന്നുണ്ട് അല്ലേ? തീർച്ചയായും സനീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ശാസ്തമംഗലത്താണ്. നമുക്ക് വലത്തോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ് ശാസ്തമംഗലം ജംഗ്ഷനിലേക്ക് പോകാനുള്ള വഴി. ഇവിടെ നമുക്ക് കാണാൻ കഴിയും വഴിയുടെ ഇരുവശങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് ഈ പൊങ്കാലയിടുന്നതിന് കാണാൻ കഴിയും. അങ്ങോട്ട് വെള്ളയമ്പലം ഭാഗത്തേക്ക് പോയാലും അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നിരവധി സ്ത്രീകൾ ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. ഏകദേശം പൊങ്കാല തയ്യാറാക്കുന്നതിൻ്റെ ആ ചടങ്ങുകളെല്ലാം ഏകദേശം പൂർത്തിയായി വരുന്നുണ്ട്. നമ്മൾ വന്ന സമയം തൊട്ട് തന്നെ ഏറ്റവും അധികം കാണുന്നത് സ്ത്രീകളെ ആണെങ്കിൽ പോലും ഇവിടെ ഒരു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം പൊങ്കാല അർപ്പിക്കാൻ മുഴുവൻ നേരവും സജീവമായിട്ട് ഇവിടെ ഉണ്ട്. ചേട്ടാ, ഒരുപാട് നാളായോ പൊങ്കാല അർപ്പിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ ഏകദേശം 10 വർഷത്തിലേറെയായി. 4 വർഷം കൊണ്ട് ഇവിടെ തന്നെയാണ് ഇടുന്നത്. പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇടാറുണ്ട്. സാധാരണഗതിയിൽ സ്ത്രീകളാണ് ഇടുന്നത്. നമ്മൾ വരുന്ന സമയം തൊട്ട് ചേട്ടൻ ഇവിടെ സജീവമായിട്ടുണ്ട്. എല്ലാവരും സഹായിക്കാനാണെങ്കിലും എല്ലാ അടുപ്പുകളും സഹായിക്കാനാണെങ്കിലും ചേട്ടനുണ്ട്. എല്ലാ വർഷവും ഞാൻ ഇതുപോലെ കൂടെ വരാറുണ്ട്, സഹായിക്കാറുമുണ്ട്. എന്താ തയ്യാറാക്കുന്നത്? ഇതൊന്ന് പായസമുണ്ട്, പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. ഇത് മണ്ടപ്പുറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. പിന്നെ തിരളി വയ്ക്കുന്നുണ്ട്. ഈ മണ്ടപ്പുറ്റ് എന്താ സംഭവം? മണ്ടപ്പുറ്റ് എന്ന് പറയുന്നത് പയറ് പൊടിച്ച് അമ്മയ്ക്ക് പിന്നെ നേർച്ചയായിട്ട് മണ്ടപ്പുറ്റ് തലവേദന വരുമ്പോൾ തലവേദനയ്ക്ക് നല്ലതാണ് മണ്ടപ്പുറ്റ് അവിക്കുന്നത്. അപ്പോൾ തലവേദന വരുമ്പോൾ പൊങ്കാലയ്ക്ക് ഈ വിഭവം മണ്ടപ്പുറ്റ് അവിച്ചേക്കാന്നും നേർച്ച ഉണ്ടാവും. വിഭവം ഇതാണ് അസുഖം ഒന്നുമല്ല, തലവേദന മണ്ടൊക്കെയുള്ള തലവേദന വരുമ്പോൾ ഇത് നേരും മണ്ടപ്പുറ്റ് അവിച്ചേക്കാന്ന് കുറവുണ്ടാകാറുണ്ട് അതിനുശേഷം. പിന്നെ വേറെ എന്തൊക്കെ വിഭവങ്ങളുള്ള? പിന്നെ വേറെ എല്ലാം അമ്മയ്ക്ക് വേണ്ടി തന്നെ ചെയ്യണം. അതിന് പ്രത്യേകിച്ച് നേർച്ചയൊന്നുമില്ല. എല്ലാവരും ഫാമിലി ആയിട്ടാണോ? എല്ലാവരും ഇതെന്റെ ചേച്ചിയുടെ മക്കള്, ഇത് ഹസ്ബൻഡ്, പിന്നെ ഇത് രണ്ടും ചേച്ചിയുടെ മക്കൾ, ഇതെന്റെ മോള്. ഈ പൊങ്കാല തിളച്ചു തൂവുമ്പോൾ നിങ്ങൾ എല്ലാവരും കുറവിടുന്നത് ശ്രദ്ധിച്ചാൽ വിശ്വാസത്തിന്റെ ഭാഗമാണ്. തിളച്ചു പൊങ്ങണത് അമ്മ അത് അനുഗ്രഹിച്ചതാണ്. 10 വർഷമായോ? 10 വർഷത്തിൽ കൂടുതലായി. സ്ഥിരമായിട്ട് ഇവിടെയാണോ ശാസ്ത്രമംഗലത്ത്? ഇല്ല, ഇവിടെ 4 വർഷമായി. സനീഷെ, ഇവർ പറഞ്ഞതുപോലെ തന്നെയാണ് പലർക്കും പലതരത്തിലുള്ള വിശ്വാസമാണ്. ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ തലവേദന വരുമ്പോൾ ദേവിക്ക് അർപ്പിക്കുന്നതാണ് ആ വിഭവം. അത് ഇത്തവണ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തർക്കും. ചേച്ചി, ഒരുപാട് നാളെയോ പൊങ്കാല ഇടുന്നത്? ആദ്യമായിട്ടാണോ? ആണോ? എന്തെങ്കിലും പ്രത്യേക ആഗ്രഹങ്ങൾ നല്ലത് വരിക എന്നുള്ളതുണ്ടല്ലോ ലൈഫില്. അതാണ് പ്രാർത്ഥനയുണ്ട്. നല്ലോണം നന്നാവണം. എല്ലാവരും നിവേദ്യം സമർപ്പിക്കുന്നത് പായസം തന്നെ. ഒറ്റയ്ക്കാണോ വന്നത്? മറ്റേത് കസിനാണ്. ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത്. സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണോ? ശാസ്തമംഗലത്ത് തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നില്ല. ദൈവം നമുക്ക് നല്ലത് വരണേ, എല്ലാവർക്കും നല്ലത് കടാക്ഷം ഉണ്ടാവണേ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. പായസം തന്നെയാണോ? പായസം തന്നെയാണ്. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ വിഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മൾ ഭാവിയിൽ വരും കാലങ്ങളിൽ ചെയ്യണം എന്തെങ്കിലുമൊക്കെ.
എന്തായാലും സനീഷ് ഇപ്പോൾ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ നിവേദ്യം തിളച്ച് തൂവിയാൽ ഉടൻ തന്നെ അടുത്ത കർമ്മങ്ങളിലേക്ക് കടക്കും. മറ്റേതെങ്കിലും തരത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനുണ്ടെങ്കിൽ അതിലേക്ക് സ്വാഭാവികമായിട്ടും കടക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 2:15 നിവേദ്യം. എന്തായാലും മറ്റൊരു ആറ്റുകാൽ പൊങ്കാല കൂടി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സനീഷ്, ശരി, നന്ദി ഹാൻസ്. വിവരങ്ങൾക്കൊപ്പം സനിസ, സനീറ്റ, അർജുൻ എന്നിവരും അവിടെ നിന്ന് വിവരങ്ങൾ നൽകി. ആറ്റുകാൽ പൊങ്കാല മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭക്തരായിട്ടുള്ള ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകളും വന്നിട്ടുണ്ടാകണം. ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്നവർ തൊട്ട് 10-30 വർഷമായിട്ട് ആറ്റുകാൽ പൊങ്കാലയിൽ എല്ലാ വർഷവും മുടങ്ങാതെ വന്ന് പൊങ്കാല അർപ്പിക്കുന്ന ആളുകൾ അടക്കമുള്ള ആളുകളുണ്ട്. കാസർഗോഡ് തൊട്ട് ഉള്ള ആളുകൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു വലിയ യാഗശാലയായിട്ട് അങ്ങേയറ്റം വലിയ ഭക്തി പാരവശ്യത്തോടു കൂടി ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുകയാണ്. നമുക്ക്